സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, കുന്നംകുളം റോഡ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. എനി ടൈം ന്യൂസിൻ്റെ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബ്ലോക്ക് ഡിവിഷനിലെ സ്ഥാനാർത്ഥി ഉഷ റഷീദാണ്. നമസ്കാരം. നമസ്കാരം. ഇത് ഈ ബ്ലോക്കില് ഇതിപ്പോ 4ാം തവണയാണല്ലോ മത്സരിക്കുന്നത്. അതെ, ബ്ലോക്ക് ഡിവിഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 3ാമത്തെ തവണയാണ് ഇപ്പൊ മത്സരിക്കുന്നത്. ഒരു മത്സര രംഗത്ത് 4ാമത്തെ തവണയാണ് ഞാനിപ്പോ മത്സരം. ഇതിന് ഈ മുൻപ് ഇത് പഞ്ചായത്ത് എന്ന സമയത്തും മത്സരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും 2010 പഞ്ചായത്ത് ആയിരിക്കുമ്പോൾ ഞാൻ ഇവിടെ മത്സരിച്ചിട്ടുണ്ട്. അന്ന് LDFന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഡിവിഷനായിരുന്നു ഇത്. അതിനെ 49 വോട്ടുകൾക്ക് ലീഡിലാണ് ഞാൻ വിജയിച്ചു വന്നത്. ഇപ്പോ ഇവിടുത്തെ ട്രെൻഡ് എങ്ങനെയാണ്? ഇവിടുത്തെ ട്രെൻഡ് തീർച്ചയായും UDFനൊപ്പമാണ്. ഉഷ റഷീദ് എന്ന ഒരു വ്യക്തി ജനപ്രതിനിധി എന്ന നിലയിൽ വളരെയധികം ജനങ്ങളോടൊപ്പം ആഴ്ന്നിറങ്ങിക്കൊണ്ട് ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് എന്നുള്ളത് നഗരസഭയിൽ മൊത്തം എല്ലാവർക്കും അറിയാം. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ആളുകൾ ഉഷയ്ക്ക് വോട്ട് തരാൻ തയ്യാറാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് വട്ടം ഓരോ വീട്ടിലും ചെന്നപ്പോൾ തന്നെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പൊ ഇനി 2ാം റൗണ്ട് ആരംഭിക്കുകയല്ലേ? 2ാം റൗണ്ട് ഏകദേശം പൂർത്തീകരിച്ചു വരുന്നു. നിലവിൽ ഈ ഡിവിഷൻ LDF ആണല്ലോ ഇപ്പൊ ഉള്ളത്. അപ്പൊ ഇത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടോ? തീർച്ചയായിട്ടും. ജനങ്ങള് ഇവിടെ വനിതാ വാർഡാന്ന് പറഞ്ഞപ്പോ അനവധി ആളുകൾ, ലേഡീസ് ആയാലും ജെന്റ്സ് ആയാലും എന്നെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ബുഷ തിരിച്ചിവിടെ വരണം എന്ന് പേഴ്സണലായി വിളിച്ച് പറഞ്ഞവരുണ്ട്. ആത്മാർത്ഥമായിട്ട് പറഞ്ഞ് ഒപ്പം കൂടുള്ള ആളുകളുള്ളപ്പോൾ ഒരുമിച്ച് 8-10 പേരുള്ളപ്പോൾ എന്നോട് സംസാരിച്ചവരുണ്ട്. പേഴ്സണലായിട്ട് എന്നെ വിളിച്ച് സംസാരിച്ചവരുണ്ട്. നേരിൽ വന്ന് എന്നെ കാണാനായിട്ട് വീട്ടിൽ വന്ന് സംസാരിച്ചവരുണ്ട്. ബുഷ ഇവിടെ ജനപ്രതിനിധിയായി വീണ്ടും തിരിച്ചു വരണം എന്ന് പറഞ്ഞു. 10 വർഷമായിട്ട് നഗരസഭ ഭരിക്കുന്നത് LDF ആണ്. ഇവിടെയും LDF തന്നെ ആയിരുന്നു. ഇല്ല, 5 വർഷം ഇവിടെ LDF ഉണ്ടായിരുന്നു. 5 വർഷം ഇവിടെ LDF ആയിരുന്നു. അപ്പോ അവരുടെ വികസനം മുരടിച്ചാണോ അതോ വികസനം ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണ്? 10 വർഷം LDF ഭരിക്കണമെങ്കിലും 5 വർഷം ഞാനിവിടെ ജനപ്രതിനിധിയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ 2010 to 20 വരെ ഞാൻ ഈ ബ്ലോക്ക് ഡിവിഷനെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഇവിടുത്തെ ഒരു ജനപ്രതിനിധിയാണ്. എൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഡിവിഷന് ആ ഒരു കാലഘട്ടത്തിൽ 10 to 20 വർഷത്തെ ആ ഒരു 20 കാലഘട്ടത്തിൽ അനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. എടുത്തു പറയാവുന്ന അകമല ശാസ്താവ് കുളം ഇവിടുത്തെ ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. 2010 വരെ ആ കുളം ചണ്ടിയായിട്ട് ഓരോ സ്വാമിമാരും കുളിക്കാൻ വരുമ്പോൾ വയല് പോലെ നീക്കിയിട്ട് വേണം, ചണ്ടീനെ നീക്കിയിട്ട് വേണം കുളിച്ച് അതൊന്ന് പോരാ. അത് കഴിഞ്ഞ് അവര് അകമല ശാസ്താവ് അമ്പലത്തിൽ പോയി മാലയിട്ട് അവിടുന്ന് അയ്യപ്പസ്വാമിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് നേരെ അവര് ശബരിമല പോകുന്ന ഓരോ സ്വാമിമാർക്കും അനുഭവം ഉള്ളതാണ്. അകമല ശാസ്താവ് കുളം ഇത്രയും നവീകരിച്ച് വളരെ മനോഹരമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ചെയ്തു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതെല്ലാം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വഴിയുള്ള CN ബാലകൃഷ്ണൻ മന്ത്രിയായിരിക്കുമ്പോൾ എന്നെ ഈ ഡിവിഷന് എത്രയും പരിഗണിച്ചുകൊണ്ട് തന്നിട്ടുള്ള ഫണ്ടുകളാണ്. അതുപോലെ തന്നെ ചണ്ടിക്കുളത്തിന് 42 ലക്ഷം രൂപ അനുവദിക്കുകയും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ അത് പണി പൂർത്തീകരിക്കാനും ഞാൻ മെമ്പറായിരിക്കുമ്പോൾ ജനങ്ങൾക്ക് അത് തുറന്നു കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അകമല ശാസ്താവ് കഴിഞ്ഞ അകമല ശാസ്താവ് കുളം കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യങ്കോട് തോട് വളരെ മോശമായി കിടന്നിരുന്നതാണ്. അതായത് അയ്യങ്കോട് റോഡിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. ആ തോടിന്റെ സൈഡാണ് റോഡ് പോണ്. ഏത് സമയത്തും ഇടിഞ്ഞ് മഴക്കാലമായാൽ ഒരു വാഹനത്തിനോ യാത്രക്കാർക്കോ പോകാൻ കഴിയാതെ, സ്വന്തം വീട്ടിലേക്ക് പോകാൻ കഴിയാതെ മറ്റു വരമ്പ് ഉപയോഗിച്ച് പോയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു 2010 മുൻപ്. അപ്പൊ 2010 ശേഷം ഞാൻ മെമ്പറായി വന്നതിന് ശേഷം ഈ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചുകൊണ്ട് CN ബാലകൃഷ്ണൻ മന്ത്രി അവറുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ ഭാഗമായിക്കൊണ്ട് 14 ലക്ഷം രൂപ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വഴി അനുവദിക്കുകയും സൈഡ് കെട്ടി ആ തോടിനെ മുഴുവനായും കോൺക്രീറ്റ് ചെയ്ത് വളരെ മനോഹരമായി വെള്ളം കാട്ടിൽ നിന്ന് മഴയത്ത് വരുന്ന ആ വെള്ളത്തെ സുഗമമായി പോകാനുള്ള രീതിയിൽ ആ തോടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും അനിൽ അക്കര MLA ആയതിനു ശേഷം 23 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചു തരുകയും
മസ്ജിദ്, ഇവിടുത്തെ ഊത്രാളിക്കാവ് മസ്ജിദിന്റെ സൈഡിൽ കൂടെ പോണ ആ റോഡിനും, അതുപോലെ തന്നെ പരുത്തിപ്പുറ ഊത്രാളിക്കാവ് പിൻവശം കോറി റോഡ് മുകൾ റോഡായിട്ടുള്ള ആ റോഡിനും കൂടി ഫണ്ട് അനുവദിക്കുകയും അതിന്റെ ഭാഗമായി കട്ട വിരിച്ചിട്ടാണ് ആ 2 റോഡുകളും വളരെ മനോഹരമായ രീതിയിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരാൾക്ക് ശരിക്ക് പോകാൻ കഴിയാത്ത ഊത്രാളിക്കാവിന്റെ പിൻവശമുള്ള കോറി മുകൾ റോഡ് വളരെ മനോഹരമായ രീതിയിൽ അതാത് കുടുംബത്തിലെ ആ വീടിന് മുൻവശത്തേക്ക് തന്നെ ഓട്ടോറിക്ഷ എത്താവുന്ന രീതിയിൽ വളരെ മനോഹരമായി പണി പൂർത്തീകരിച്ചിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു റോഡിൽ. കഴിഞ്ഞ 5 വർഷത്തെ വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടിയാണോ ഇനി ജനങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്? എനിക്ക് പറയാനുള്ളത് 2010-20 കാലഘട്ടത്തിൽ ഒരു കൗൺസിലറും മെമ്പറും കൂടിയായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഇത്രയും വർക്കുകൾ ചെയ്ത് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പിന്നീട് വന്നിട്ടുള്ള 2025 കാലഘട്ടത്തിലെ ആ ഒരു കൗൺസിലർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് തീർത്തും എനിക്കും പറയാൻ പറ്റും, ഇവിടുത്തെ ജനങ്ങൾക്കും പറയാൻ പറ്റും. കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ വളരെ ഫണ്ടുകൾ ഉപയോഗിച്ച് ഏറ്റവും ഉയർന്ന രീതിയിലുള്ള ഫണ്ടുകൾ, അതായത് 38 ലക്ഷം രൂപ അകമല ശാസ്താവ് കുളത്തിനും ചണ്ടി കുളത്തിനും 42 ലക്ഷം രൂപ, തോടിന് 14 ലക്ഷം രൂപ, മറ്റു റോഡുകൾക്ക് 23 ലക്ഷം രൂപ, ഇത്രയും ഫണ്ടുകൾ ഉപയോഗിച്ച് ഞാൻ ഇത്രയും വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ബ്ലോക്ക് ഡിവിഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് 2020-25 കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ജനപ്രതിനിധിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറച്ച വിശ്വാസത്തോടു കൂടി എനിക്കും പറയാൻ പറ്റും, ഇവിടുത്തെ ജനങ്ങൾക്കും പറയാൻ പറ്റും. ഒരു സംസ്ഥാന ഭരണമുണ്ടായിരുന്നു, അതുപോലെ തന്നെ നഗരസഭ 10 വർഷമായിട്ട് LDFന്റെ കയ്യിലാണ്. ഒരു MLA സേവ്യർ ചിറ്റിലപ്പിള്ളി MLA സ്വന്തം പാർട്ടി MLA കയ്യിലുണ്ടായിട്ട് പോലും ഇവിടുത്തെ ജനപ്രതിനിധിക്ക്, മുൻ ജനപ്രതിനിധിയായിട്ടുള്ള 2020-25 കാലഘട്ടത്തിലെ ജനപ്രതിനിധിക്ക് ഇവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറച്ച വിശ്വാസത്തോടെ പറയാൻ കഴിയുന്നതാണ്. അപ്പൊ അതിനെ മുൻനിർത്തിയായിരിക്കും ഇനി ഞങ്ങളോട് വോട്ട്? എനിക്ക് അവരുടെ പോരായ്മ, മുൻ ജനപ്രതിനിധിയുടെ ഒരു പോരായ്മ പറയാതെ തന്നെ ഞാൻ ചെയ്ത വികസന പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എനിക്ക് വോട്ട് ചോദിക്കാം. ഓരോ അംഗങ്ങൾക്കും, ഓരോ കുടുംബത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഓരോ അംഗങ്ങളും തിരിച്ച് എന്നോട് പറയും, എന്താ ബുഷ്ര, ഞങ്ങൾക്ക് ഇന്ന കാര്യം ചെയ്തു തന്നത് ബുഷ്രയല്ലേ, ഇന്ന സർട്ടിഫിക്കറ്റ് ശരിയാക്കി തന്നത് നീയല്ലേ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾക്ക് കൂടെ വന്ന് അത് നടത്തി തന്നത് ബുഷ്രയല്ലേ എന്നുള്ളത് എന്നോട് തിരിച്ചിങ്ങോട്ട് ചോദിക്കും. ഞാൻ അങ്ങോട്ട് വോട്ട് ചോദിക്കുന്നതിന്റെ മുന്നേ തന്നെ ഞാൻ ചെയ്തു കൊടുത്ത ഓരോ നന്മകളാണ്, അത് രാഷ്ട്രീയം നോക്കാതെ, മുഖം നോക്കാതെ, ആളെ നോക്കാതെ ചെയ്തു കൊടുത്തൊരു വ്യക്തിയാണ്. അത് ഇവിടുത്തെ അല്ല, എന്നെ അറിയുന്ന, എന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഓരോ അംഗങ്ങൾക്കും, വടക്കാഞ്ചേരി നഗരസഭയുടെ ഓരോ അംഗങ്ങളും പറയുന്ന ഒരേ ഒരു സ്വരമാണ്, ബുഷ്രയാണ് അവിടെ ജയിച്ചിരിക്കും എന്നുള്ളത്. അത് ഇവിടുത്തെ പാർട്ടിക്കാരും ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം കൂടെയുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ തീർച്ചയായും ഉത്രാളിക്കാവ് ബ്ലോക്ക് ഡിവിഷൻ, വടക്കാഞ്ചേരി നഗരസഭയുടെ 17ാം ഡിവിഷൻ UDFന്റെ കൈകളിൽ ഉറച്ച വിശ്വാസത്തോടെ കൂടി ജനങ്ങൾ ഏൽപ്പിക്കും. വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മുൻ വർഷത്തെ പോലെ അതിലുപരി പ്രവർത്തന പരിചയവും എൻ്റെ അനുഭവ സമ്പത്തും വെച്ച് ഈ നാടിൻ്റെ ഊത്രാളിക്കാവ് ഡിവിഷന്റെ, ബ്ലോക്ക് ഡിവിഷന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കഴിയും എന്നുള്ളത് ഞാൻ അറിയിച്ചു കൊള്ളുന്നു. തീർച്ചയായും എല്ലാവരുടെ സഹായവും സഹകരണവും എനിക്ക് തരണം. മുൻപത്തേതുപോലെ ഈ പ്രാവശ്യവും എനിക്ക് വോട്ട് ചെയ്ത്, നിങ്ങളുടെ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ചു തരണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, കുന്നംകുളം റോഡ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി.